ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സ്നേഹയ്ക്ക് വേണ്ടി ചെയ്തതിനെല്ലാം നന്ദി പറയുകയാണ് ധനുഷ്. ഒരമ്മ മകൾക്ക് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്താണെങ്കിലും ഇനിയും ശ്രദ്ധ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അവിടുന്ന് പോകുമ്പോൾ സ്നേഹ പറയുകയാണ്, അതാണ് എൻ്റെ ഏട്ടത്തിയമ്മ. ഇത് കേൾക്കുന്ന ധനുഷും പുഞ്ചിരിയോടെ സ്നേഹയെ നോക്കുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയ്ക്കും സച്ചിക്കുമുള്ള ചായയുമായിട്ട് മുകളിലേക്ക് പോകുന്ന അനഘയാണ്. അതേസമയം തന്നെ സച്ചി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സച്ചിക്കുള്ള ചായ അനഘ കൊടുക്കുന്നു. അതിനുശേഷം അനഘ അർച്ചനയ്ക്കുള്ള ചായയുമായിട്ട് മുകളിലേക്ക് ചെന്ന് അർച്ചനയെ വിളിക്കുകയാണ്. അങ്ങനെ അർച്ചന എഴുന്നേൽക്കുമ്പോഴാണ് അർച്ചനയുടെ മുഖത്തുള്ള കുരുക്കൾ അനഘ ശ്രദ്ധിക്കുന്നത്. അർച്ചനയുടെ മുഖത്ത് സച്ചിയേട്ടാ ഒന്ന് പെട്ടെന്ന് ഓടി വരണേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അനഘ. നീ എന്തിനാ അവരെയൊക്കെ വിളിക്കുന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അത് പിന്നെ ഏട്ടത്തിയുടെ മുഖത്തെന്ന് അനഘ പറയുന്നു. ഇത് കേൾക്കുന്ന അർച്ചന കണ്ണാടിയിൽ പോയി തൻ്റെ മുഖം നോക്കുകയാണ്. ഏട്ടത്തിയെന്ന് അനഘ വിളിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, ഇത് ചിക്കൻ ബോക്സ് തന്നെയാ. ഒരാൾ കുളിച്ചു കഴിയും മറ്റൊരാൾക്ക് അത് വന്നിരിക്കുമെന്ന് പറയും. ശരി തന്നെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ ഒരാൾക്ക് വന്നത് ഇനി ഒരാൾക്ക് വരില്ലെന്ന് ഏട്ടത്തി പറഞ്ഞതോ? അതിന് എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടില്ല അനഘയെന്ന് അർച്ചന പറയുന്നു. എന്താണെങ്കിലും അവളെ നോക്കിയതുകൊണ്ട് എനിക്കറിയായിരുന്നു ഇത് എനിക്കും വരുമെന്ന്. എന്താ നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു പേടിയുമില്ലെന്ന് അനഘ പറയുന്നു. അതേസമയം സച്ചിയും ആതിരയും കൂടി മുറിയിലേക്ക് ചെല്ലുകയാണ്. അർച്ചനയെ കണ്ട് സേതുവും സച്ചിയും ആതിരയും ഞെട്ടലോടെ നിൽക്കുകയാണ്. അർച്ചന മോളെ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകാമെന്ന് സേതു പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലച്ചാ, ഞാൻ ഈ മുറിയിൽ തന്നെ കഴിഞ്ഞോളാം. പിന്നെ ആതിരെ, കുറച്ച് ദിവസത്തേക്ക് നീ വേണം മോളുടെ കാര്യങ്ങൾ നോക്കാൻ. അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ഞാൻ തന്നെ നോക്കിക്കൊള്ളാമെന്ന് ആതിരയും പറയുന്നു. എന്നാ പിന്നെ എല്ലാവരും പോയിക്കേ, ഇനി മുതൽ ഈ മുറിയിലെ മഹാറാണി ഞാനാണെന്ന് അർച്ചന പറയുമ്പോൾ എന്നാലും മോളെ എന്ന് പറഞ്ഞ് വിഷമത്തോടെ നിൽക്കുകയാണ് സേതു. അത് കുഴപ്പമില്ലാച്ചാ, ഇനി അച്ഛൻ്റെ മരുന്നെല്ലാം അനഘ എടുത്ത് തന്നോളും. എന്നാലും മോളെ, ഒരു നേരം പോലും മോളെ കാണാതെ ഇരിക്കുക എന്ന് വെച്ചാൽ. എല്ലാവരും പോയി കൂടുതൽ സംസാരിച്ച് രംഗം വഷളാക്കണ്ടെന്ന് സച്ചി പറയുമ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആതിരയും അനഘയും അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് അർച്ചന മുറിയിലേക്ക് കയറാനൊരുങ്ങുമ്പോൾ അർച്ചനയുടെ കൈ പിടിക്കുകയാണ് സച്ചി. വേണ്ട സച്ചിയേട്ടാ, ഇതൊക്കെ പകരുന്നതാണെന്ന് അർച്ചന പറയുമ്പോൾ എനിക്കൊരു തവണ വന്നിട്ടുള്ളതാണെന്നും അതുകൊണ്ട് ഇനി വരില്ലെന്നും ഇനി ഒരാഴ്ചത്തേക്ക് ഞാൻ ഓഫീസിലേക്ക് പോകുന്നില്ലെന്നും സച്ചി പറയുന്നു. താൻ എന്താണെങ്കിലും ഒന്നും പറയണ്ട, ഇനി മുതൽ തൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്. തുടർന്ന് സച്ചിയും അർച്ചനയും കൂടി മുറിയിലേക്ക് പോയിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അനഘ സ്നേഹയോട് ചെന്ന് അർച്ചനയുടെ കാര്യം പറയുന്നതാണ്. ഇത് കേൾക്കുന്ന സ്നേഹ ഞെട്ടലോടെ ചാടി എഴുന്നേൽക്കുകയും തുടർന്ന് പെട്ടെന്ന് തന്നെ നെല്ലിശ്ശേരിയിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. തുടർന്ന് അവന്തിക സ്നേഹയുടെ മുന്നിൽ കയറി നിൽക്കുകയാണ്. അല്ല, നീ ഇതെങ്ങോട്ടേക്കാ മരണവെപ്രാളം പിടിച്ച് ഓടുന്നത്? എനിക്ക് അർച്ചന ഏട്ടത്തിയെ കാണണമെന്ന് സ്നേഹ പറയുന്നു. ഏട്ടത്തി എന്താണെങ്കിലും ആ മുറിയിലേക്ക് പോകില്ലല്ലോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ ഞാനെന്തിനാ പോകുന്നതെന്നും അതൊരു പകരുന്ന രോഗമാണെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ലെന്നും അതുകൊണ്ട് ആരും അവളുടെ അടുത്തേക്ക് പോകണ്ടെന്നും അവന്തിക പറയുന്നു. ഇത് കേൾക്കുന്ന സ്നേഹ പറയുകയാണ്, അതെ, എനിക്ക് രോഗം വന്നപ്പോൾ എന്നെ നോക്കാനായി ഏട്ടത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് സ്നേഹ പറയുകയാണ്, അർച്ചനയിടത്തേക്ക് ചിക്കൻ ബോക്സ് ബാധിച്ചിരിക്കുന്നത് ശരീരത്തിലാണെങ്കിലേ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്താ ചിക്കൻ ബോക്സ്. എനിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോഴാണ് നിങ്ങളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം ഞാൻ തിരിച്ചറിഞ്ഞത്. നിങ്ങളൊന്നും ഫോണിൽ പോലും വിളിച്ച് ഒന്നും അന്വേഷിച്ചില്ലല്ലോ. ഈ പറയുന്ന നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? അർച്ചനടുത്തി എന്തൊക്കെ ചെയ്തെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. എനിക്ക് നിങ്ങളെ ഇപ്പോൾ നന്നായിട്ട് അറിയാം. അന്ന് ധനുഷ് നിങ്ങളെ ഫോണിൽ വിളിച്ചപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞതെന്നൊക്കെ ധനുഷ് എന്നോട് പറയുക തന്നെ ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് അവന്തികയെ തള്ളി മാറ്റുകയാണ് സ്നേഹ. ധനുഷിന്റെ ജീവിതത്തിൽ നിന്നും ഇവളെ പറിച്ചു മാറ്റാൻ സമയമായെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. അങ്ങനെ അർച്ചനയുടെ മുറിയിലേക്ക് കയറാനൊരുങ്ങുന്ന സ്നേഹ ധനുഷിനെ പറ്റിയുള്ള അവരുടെ സംസാരം കേട്ട് പുറത്തു തന്നെ നിൽക്കുകയാണ്. നമ്മൾ വിചാരിച്ച പോലെയല്ലെന്നും അവർക്ക് തമ്മിൽ നല്ല സ്നേഹമാണെന്നും പക്ഷേ തിരഞ്ഞെടുത്ത രീതിയാ തെറ്റായി പോയതെന്നും അർച്ചന സച്ചിയോട് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സ്നേഹ. അവരെന്താണെങ്കിലും സന്തോഷമായി തന്നെ ജീവിക്കട്ടെ എന്ന് സച്ചി പറയുമ്പോൾ അപ്പോൾ പെങ്ങളോടുള്ള സ്നേഹമെല്ലാം മനസ്സിലുണ്ടല്ലേ എന്ന് അർച്ചന ചോദിക്കുന്നു. ഇനി നന്ദേട്ടൻ്റെ സന്ദീപിൻ്റെ മനസ്സിൽ നിന്നും അവളോടുള്ള ദേഷ്യം മാറ്റണമെന്ന് സച്ചി പറയുമ്പോൾ അതെല്ലാം പതിയെ മാറിക്കൊള്ളുമെന്ന് അർച്ചന പറയുന്നു. എനിക്ക് ദാഹിക്കുന്ന സച്ചിയേട്ടാ എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി അർച്ചനയ്ക്കുള്ള ജ്യൂസ് എടുക്കാനായി പുറത്തേക്ക് പോകുന്നു. അങ്ങനെ സച്ചി പോയതിനു ശേഷം സ്നേഹ മുറിയിലേക്ക് ചെല്ലുകയാണ്. ഞാൻ ഏട്ടത്തിയോട് കുറച്ച് സംസാരിക്കാനായിട്ട് വന്നതാ. വേണ്ട മോളെ, നീ പോയിക്കോ, നിന്റെ അസുഖം പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ലെന്ന് അർച്ചന പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടെന്നും എനിക്ക് വളരെ സന്തോഷമായെന്നും സ്നേഹ പറയുന്നു. അങ്ങനെ സച്ചി ജ്യൂസുമായിട്ട് വരുമ്പോൾ സച്ചിയെ കണ്ടുവിടം തന്നെ പൊട്ടിക്കരയുകയാണ് സ്നേഹ. എന്തിനാ മോളെ നീ കരയുന്നത്? നീ വിഷമിക്കേണ്ട, അച്ഛൻ നിന്നെയും ധനുഷിനെയും വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കുമെന്ന് അർച്ചന പറയുമ്പോൾ അതൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ലെന്നും
ഏട്ടത്തിൻ്റെ അസുഖം പെട്ടെന്ന് ഭേദമായി എനിക്ക് കണ്ടാൽ മാത്രം മതിയെന്നും പറഞ്ഞുകൊണ്ട് കരയുകയാണ് സ്നേഹ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.